അടുത്തായിട്ട് നടക്കാൻ പോകുന്നത് ക്രിസ്തുവിന്റെ ന്യായാസനം എന്നുള്ളതാണ്. രണ്ടാമത്തെ ന്യായാസനം അല്ലെങ്കിൽ ന്യായവിധി എന്ന് പറയുന്നത് മഹോപദ്രവ ന്യായവിധിയാണ്. ഗ്രേറ്റ് ട്രിബുലേഷൻ ജഡ്ജ്മെന്റ്. നമ്മൾ അതിനെക്കുറിച്ചുള്ള വിശദമായ പഠനത്തിലേക്ക് പോകാനായിട്ട് പോവുകയാണ്. മൂന്നാമത്തെ ന്യായവിധി എന്ന് പറയുന്നത് ഇസ്രയേലിനെതിരെയുള്ള ന്യായവിധിയാണ്. ജഡ്ജ്മെന്റ് അപ്പോൺ ഇസ്രയേൽ. ഇസ്രയേലിനെതിരെയുള്ള ന്യായവിധിയെക്കുറിച്ച് ദൈവവചനത്തിൽ വ്യക്തമായ തെളിവുകൾ നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. നാലാമത്തെ ന്യായവിധി എന്ന് പറയുന്നത് ജാതികൾക്ക് എതിരെയുള്ള ന്യായവിധിയാണ്. ഈ ജാതികൾ എന്ന് പറയുന്നത് നേഷൻസ് എന്നുള്ളതാണ്. ജെന്റൈൽസ് അല്ലെങ്കിൽ നേഷൻസ് എന്നുള്ള അർത്ഥത്തിലാണ് നമുക്കിത് മനസ്സിലാക്കാനായിട്ട് ഇടയാകുന്നത്. അഞ്ചാമത്തെ ന്യായവിധി എന്ന് പറയുന്നത് എതിർ ക്രിസ്തുവിനെ ഉള്ള ന്യായവിധിയാണ്. ആന്റി ക്രൈസ്റ്റിനെതിരെ ഉള്ള ന്യായവിധിയാണ് തിരുവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന അഞ്ചാമത്തെ ന്യായവിധി. ആറാമത്തെ ന്യായവിധി സാത്താനും അവന്റെ ദൂതന്മാർക്കും എതിരെയുള്ള ന്യായവിധി ഭാവിയിൽ സംഭവിക്കാനായിട്ട് പോകുന്നു. ഈ സംഭവങ്ങളെല്ലാം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദമായി നമ്മൾ ചിന്തിക്കാനും പോവുകയാണ്. ഏഴാമത്തെ ജഡ്ജിമെന്റ് ന്യായവിധി എന്ന് പറയുന്നത് വീണുപോയ ദൂതന്മാർക്ക് എതിരെയുള്ള ന്യായവിധിയാണ്. വീണുപോയ ദൂതന്മാരെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസ് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. അവർക്കുള്ള ന്യായവിധിയെക്കുറിച്ചും പത്രോസിന്റെ ലേഖനത്തിലും യൂദയുടെ ലേഖനത്തിലും എഴുതിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവസാനം വെള്ളസിംഹാസനത്തിന് ന്യായവിധി. അതായത് ഈ ന്യായവിധി കഴിഞ്ഞിട്ട് പിന്നെ ഒരു ന്യായവിധി ഇല്ല. അത് വെളിപ്പാട് പുസ്തകം അവസാനത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ന്യായവിധി നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന 8 വ്യത്യസ്തമായ ന്യായവിധികളാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ആദ്യമായി ഞാൻ പറഞ്ഞ ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് പറയുന്ന ആ ഒരു കാര്യം ഞാൻ അല്പം പെൻഡിങ്ങിൽ നിർത്തുകയാണ്. കാരണം അത് ഒരു നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരേണ്ടതായതുകൊണ്ട് ഞാൻ മറ്റുള്ള ന്യായവിധികളെല്ലാം പറഞ്ഞതിന് ശേഷം ഇത് പറയാം എന്നാണ് ആഗ്രഹിക്കുന്നത്. അല്ല, ഇതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രേരണ തരികയാണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്നാൽ നോട്ട് പ്രിപ്പയർ ചെയ്ത സമയത്ത് ക്രിസ്തുവിന്റെ ന്യായാസനം പിന്നീട് മതി എന്നൊരു ധാരണയാണ് എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ കാര്യം പിന്നീട് പറയുന്നതായിരിക്കും. ഇനി നമ്മൾ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ന്യായവിധി, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ന്യായവിധി എന്ന് പറയുന്നത് മഹോപദ്രവ ന്യായവിധിയാണ്. ട്രിബുലേഷൻ ജഡ്ജ്മെന്റാണ്. ഇത് പല ആളുകളും വ്യത്യസ്തമായ രീതിയിലാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം വെളിപ്പാട് പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യാഖ്യാനമാണ്. നമുക്ക് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് വരാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം. റെവലേഷൻ ചാപ്റ്റർ 1 വേഴ്സ് 18. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. അടുത്ത വാക്യം 19-ാമത്തെ വാക്യം കൂടി. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും എന്റെ വലങ്കയിൽ. മതി മതി മതി. ഞാൻ ഉദ്ദേശിച്ച വാക്യം 18 അല്ല 19 ഒരു വാക്യം തെറ്റിപ്പോയതാണ്. 19-ാം വാക്യത്തിൽ വെളിപ്പാട് പുസ്തകത്തിന്റെ ഒരു വിഭജനം അവിടെ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. 1, നീ കണ്ടത്. 2, ഇപ്പോൾ ഉള്ളത്. 3, ഇനി സംഭവിക്കാനിരിക്കുന്നത്. ഈ 3 വിഭജനം വെളിപ്പാട് പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി ദൈവത്തിന്റെ ആത്മാവ് തന്നെ പുസ്തകത്തിൽ നൽകിയിരിക്കുന്ന വിഭജനമാണ്. നീ കണ്ടത് എന്ന് പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായമാണ് നീ കണ്ടത്. യോഹന്നാനോട് പറയാണ് നീ കണ്ടത് എന്ന് പറഞ്ഞാൽ എന്താണ്? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് കണ്ടു. എങ്ങനെയാണ് 13-ാമത്തെ വാക്യം മുതൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് യോഹന്നാൻ കണ്ടത്? 13-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിച്ചാൽ, ഞാൻ തിരിഞ്ഞപ്പോൾ എന്നിൽ പിന്നിൽ ഒരു ശബ്ദം കേട്ടു. ഞാൻ തിരിഞ്ഞപ്പോൾ അവിടെ കാണാൻ കഴിഞ്ഞ നാദമിതാണ്: 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ മാറത്ത് നിലയങ്കി ധരിച്ച് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായ ഒരാളിനെ കാണുകയാണ്. അവന്റെ തലയും തലമുടിയും ഹിമം പോലും വെണ്മയും
അവന്റെ കണ്ണ് അഗ്നിജാലയ്ക്കൊത്തതും അവന്റെ കാൽ ഉലയിൽ ചുട്ട് പഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിന്റെ മഹത്വം വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയാണ്, നീ കണ്ടത്, അതായത് യേശുക്രിസ്തുവിന്റെ മഹത്വം യോഹന്നാൻ അപ്പോസ്തലൻ കണ്ടു. 19-ാം വാക്യത്തിൽ പറയാണ്, നീ കണ്ടതും 2 ഇപ്പോൾ ഉള്ളതും. 2-3 അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഇപ്പോൾ ഉള്ളത്, അതായത് യോഹന്നാൻ ഈ ഗ്രന്ഥം എഴുതുമ്പോൾ ആ കാലഘട്ടത്തിലുള്ള ഇപ്പോൾ ഉള്ളതായ 7 സഭകൾക്കുള്ള ദൂത് അവിടെ കാണാൻ കഴിയും. ഇപ്പോൾ ഉള്ളതാണ് 7 സഭകൾ. ആസിയയിലെ 7 സഭകളാണ്. 7 കാലഘട്ടത്തെ കാണിക്കുന്നതാണ്. അതൊക്കെ വെളിപ്പാട് പുസ്തക പഠനത്തിൽ, വ്യാഖ്യാനത്തിൽ നമുക്കത് വിശദമായി പഠിക്കാൻ സാധിക്കും. നമ്മളുടെ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമുക്കത് ഇങ്ങനെ ഓർക്കാൻ മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ നീ കണ്ടത് എന്നുള്ളത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലും ഇപ്പോൾ ഉള്ളത് എന്ന് പറയുന്നത് 2-3 അധ്യായങ്ങളിലും 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങൾ ഇനി സംഭവിക്കാനിരിക്കുന്നതുമായ കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഇനി സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നത് 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലാണ്. 4-ാം അധ്യായം 1-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 4-ാം അധ്യായം 1-ാം വാക്യം. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച ആദ്യത്തെ ശബ്ദം, ഇവിടെ കയറി വരിക. അപ്പോൾ റാപ്ചർ, അതായത് യേശുക്രിസ്തുവിനോട് ഒരുമിക്കുന്ന സ്വർഗീയമായ പ്രവേശനം, അതിൻ്റെ ഒരു കാര്യമാണ് ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് വെളിവാക്കുന്നത്. ഇവിടെ കയറി വരിക എന്നുള്ള ആ വലിയ സന്ദേശം യോഹന്നാൻ അപ്പോസ്തലൻ നൽകുന്നത് പോലെ ദൈവസഭയ്ക്ക് ഒരു വലിയ സന്ദേശം ഉണ്ടാകും. ഇവിടെ കയറി വരിക എന്നുള്ള ഒരു ശബ്ദം ഉണ്ടാകും. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 13-ാമത്തെ വാക്യം മുതൽ 18-ാമത്തെ വാക്യം വരെ പൗലോസ് അപ്പോസ്തലൻ വിശദീകരിച്ചിട്ടുണ്ട്. നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത് എന്ന് പറഞ്ഞിട്ട് അതിന്റെ 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16-ാം വാക്യം മുതൽ അവിടെ വായിക്കുന്നു ഇങ്ങനെയാണ്: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. 3 പ്രധാനപ്പെട്ട ശബ്ദങ്ങളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. 1 കർത്താവ് താൻ ഗംഭീരനാദത്തോടും, 2 പ്രധാന ദൂതന്റെ ശബ്ദത്തോടും, 3 ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒറ്റ മിനിറ്റ്, ഞാൻ എൻ്റെ ഇതിനകത്ത് എപ്പോഴും ഇടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് റേസ് ചെയ്യാൻ വേണ്ടിയാണ് ഹാൻഡ് ഇങ്ങനെ റേസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോ 3 പ്രധാനപ്പെട്ട കാഹളങ്ങൾ: 1 കർത്താവ് തൻ ഗംഭീരനാദം, 2 പ്രധാന ദൂതന്റെ ശബ്ദം, 3 ദൈവത്തിന്റെ കാഹളം. ഇത് 3ഉം ഭാവിയിൽ ധ്വനിക്കാൻ പോവുകയാണ്. അങ്ങനെ കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടവരായ ദൈവമക്കളെല്ലാം കർത്താവിനോട് ഒരുമിച്ച് സ്വർഗത്തിൽ എത്തപ്പെടും എന്നുള്ളത് കാണാൻ കഴിയും. അങ്ങനെ എല്ലാവരും സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞ് അവിടെ വെച്ചാണ് നടക്കാൻ പോവുകയാണ് പ്രതിഫല വീതനം. ക്രിസ്തുവിന്റെ ന്യായാസനം അവിടെ നടക്കാനായിട്ട് പോവുകയാണ്. ഇനിയും നമ്മളവിടെ വായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി സംഭവിക്കാനിരിക്കുന്നത് 4-ാം അധ്യായത്തിന്റെ പ്രാരംഭ കാര്യത്തിൽ സംഭവിക്കുന്നു. കർത്താവിനോട് ഒരുമിച്ച് മണവാട്ടി സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞ് ഇവിടെ 7 വർഷം വലിയ മഹാപീഡന കാലമാണ്. ഇതിന്റെ എല്ലാം ചാർട്ടുണ്ട്. പക്ഷേ അത്രയും വിശദമായിട്ട് പോയി കഴിഞ്ഞാൽ ഈ ദൈവിക ന്യായവിധി തീരാത്തത് കൊണ്ടാണ് ഞാൻ ആ ചാർട്ടെല്ലാം സ്കിപ്പ് ചെയ്ത് ഇത് ഞാൻ ഇങ്ങനെ വാക്കാൽ പറയുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അവിടെ 7 വർഷത്തെ മഹാപീഡന ന്യായവിധിയാണ്. അത് ആ ന്യായവിധിയെക്കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ചില പ്രധാനപ്പെട്ട വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചു വായിക്കാം. ഇത് ആർക്കാണ് എന്നും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വെളിവാക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാക്യങ്ങളിലേക്ക് നമുക്കൊന്ന് വരാം. ഈ ന്യായവിധിയെക്കുറിച്ച് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചില പദപ്രയോഗങ്ങൾ വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, വെളിപ്പാട് പുസ്തകം 6-ാമത്തെ അധ്യായം മുതൽ 19-ാമത്തെ അധ്യായം വരെയാണ് ഈ ദൈവിക മഹോപദ്രവ ന്യായവിധി എന്നുള്ള കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയും. 4-5 അധ്യായങ്ങളിൽ, വെളിപ്പാട് പുസ്തകം 4-5 അധ്യായങ്ങളിൽ കർത്താവിന്റെ സഭയായ മണവാട്ടി സഭ സ്വർഗത്തിൽ എത്തപ്പെടുകയും അവിടെ പ്രതിഫലം വീതിക്കുകയും ചെയ്യുന്ന
സ്വർഗത്തിലെ ആരാധന കാണുകയും ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ കാര്യങ്ങൾ വിവരിച്ചതിന് ശേഷം 6-ാമത്തെ അധ്യായം, വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ മുദ്ര പൊട്ടിക്കുന്ന ഒരു കാര്യം പറഞ്ഞാണ്. അപ്പോൾ ഇവിടെ എന്താണ് മഹോപദ്രവ ന്യായവിധി ആരംഭിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ മഹോപദ്രവ ന്യായവിധിയെ ഞാൻ ഒന്ന് വിശദീകരിക്കാനായിട്ട് പോവുകയാണ്. 7 വർഷം മഹാപീഡന കാലമാണ്. 7 വർഷം. ഈ 7 വർഷത്തെ പ്രത്യേകതകൾ പറയുന്നത് യിരെമ്യാ പ്രവചനം 30-ാം അധ്യായം 7-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് യിരെമ്യാ പ്രവചനം 30-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം. ആദ്യം ലഭിക്കുന്നവർ വായിക്കുകയാണെങ്കിൽ വലിയ ഉപകാരം. ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്നു കഷ്ടം. അത് യാക്കോബിന് കഷ്ടകാലം തന്നെ, എങ്കിലും അവൻ അതിൽ നിന്ന് രക്ഷിക്കപ്പെടും. നോക്കുക, ഇവിടെ ആ മഹാപീഡന കാലത്തെക്കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന 1-ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അത് യാക്കോബിന്റെ കഷ്ടകാലം എന്നാണ്. യാക്കോബിന്റെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ അന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ളതായ ദുരിതങ്ങൾ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഉണ്ടാകാൻ പോവുകയാണ്. പ്രധാനമായി ഇസ്രയേലിന് എതിരെയുള്ളതാണ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. 2-ാമത്തെ വാക്യം ആമോസിന്റെ പ്രവചനം 5-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യമാണ്. ആമോസ് ചാപ്റ്റർ 5 വേഴ്സ് 18. ആമോസ് 5:18. യഹോവയുടെ ദിവസത്തിനായി വാഞ്ചിക്കുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടം. യഹോവയുടെ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്തു ഗുണം? അത് വെളിച്ചമല്ല, ഇരുട്ടത്രേ. യഹോവയുടെ ദിവസം നിങ്ങളത് കാംക്ഷിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ഗുണമാണ്? അത് വെളിച്ചമല്ല, ഇരുട്ടാണ്. അപ്പോൾ 7 വർഷത്തെ മഹാപീഡന കാലത്തെ പ്രവചന ആത്മാവിൽ ഇത് നടക്കുന്നതിന് മുമ്പ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് യിരെമ്യാവും ആമോസും ഒക്കെ പ്രവചിച്ചിരിക്കുന്നത് ഇത് ഏറ്റവും വലിയ കഷ്ടകാലം ആണ്, യഹോവയുടെ ദിവസം എന്നുള്ള അർത്ഥത്തിലാണ്. യോവേലിന്റെ പുസ്തകത്തിൽ അതിനെ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. യോവേൽ 2:1 നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്. അവിടെ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് നോക്കാം. സിയോനിൽ കാഹളം ഊതുവിൻ, എന്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വെളുപ്പിൻ. യഹോവയുടെ ദിവസം വരുന്നത് കൊണ്ടും അത് അടുത്തിരിക്കുന്നത് കൊണ്ടും ദേശത്തിലെ സകല നിവാസികളും നടുങ്ങിപ്പോകട്ടെ. നോക്കുക, അവിടെ യഹോവയുടെ ദിവസം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് ഞാൻ കരുതുകയാണ്. അത് അടുത്തിരിക്കുന്നത് കൊണ്ടും ദേശത്തിലെ സകല നിവാസികളും നടുങ്ങിപ്പോകട്ടെ. അപ്പോൾ ലോകത്തിലെ സകല നിവാസികളും നടുങ്ങിപ്പോകുവാൻ ഇടയാകുന്ന ഒരു കാലഘട്ടമാണ് ഇത് എന്ന് പഴയ നിയമ പ്രവാചകന്മാർ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സെഫന്യാവ് 1-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ യഹോവയുടെ മഹാദിവസം എന്നുള്ള പദപ്രയോഗത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യഹോവയുടെ മഹാദിവസം അടുത്തിരിക്കുന്നു, അത് അടുത്ത് അത്യന്തം ബന്ധപ്പെട്ടു വരുന്നു. കേട്ടോ, യഹോവയുടെ ദിവസം, വീരൻ അവിടെ കഠിനമായി നിലവിളിക്കുന്നു. ആ ദിവസം ക്രോധ ദിവസം, കഷ്ടവും സങ്കടവുമുള്ള ദിവസം, ശൂന്യതയും നാശവുമുള്ള ദിവസം, ഇരുട്ടും അന്ധകാരവുമുള്ള ദിവസം, മേഘവും മൂടലുമുള്ള ദിവസം, ഉറപ്പുള്ള പട്ടണങ്ങൾക്കും ഉയരമുള്ള കൊത്തളങ്ങൾക്കും വിരോധമായി കാഹളനാദവും ആരവവും ഉള്ള ദിവസം തന്നെ. മനുഷ്യർ കുരുടന്മാരെ പോലെ നടക്കത്തക്കവണ്ണം ഞാൻ അവർക്ക് കഷ്ടത വരുത്തും. അവർ യഹോവയോട് പാപം ചെയ്തുവല്ലോ. അവരുടെ രക്തം പൊടി പോലെയും അവരുടെ മാംസം കാഷ്ടം പോലെയും ചൊരിയും. യഹോവയുടെ ക്രോധ ദിവസത്തിൽ അവരുടെ വെള്ളിക്കും പൊന്നിനും അവരെ രക്ഷിപ്പാൻ കഴിയുകയില്ല. സർവഭൂമിയും അവന്റെ തീഷ്ണാഗ്നിക്ക് ഇരയായിത്തീരും. സകല ഭൂവാസികൾക്കും അവൻ ശീഘ്ര സംഹാരം വരുത്തും. ഇവിടെ ഈ യഹോവയുടെ ദിവസത്തെക്കുറിച്ചുള്ള 7 പ്രത്യേകതകൾ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 7 പ്രത്യേകതകൾ നമുക്കത് നോക്കാം. 15-ാം വാക്യം 1-ാമത്തെ കാര്യം പറയാണ്. 15-ാം വാക്യത്തിൽ 1-ാമത്തെ കാര്യം, ആ ദിവസം ക്രോധ ദിവസമാണ്. ഇത് ഞാൻ വിശദീകരിക്കുന്നില്ല, ഒറ്റ വാക്കിൽ പറഞ്ഞു പോവുകയാണ്. ക്രോധ ദിവസം, യഹോവയുടെ ക്രോധ ദിവസം. 2, കഷ്ടവും സങ്കടവുമുള്ള ദിവസം, കഷ്ടമുള്ള സങ്കടമുള്ള ദിവസം. 3, ശൂന്യതയും നാശവുമുള്ള ദിവസം. 4, ഇരുട്ടും അന്ധകാരവുമുള്ള ദിവസം. ശ്രദ്ധിച്ചു നോക്കണേ, ഇരുട്ടും അന്ധകാരവും രണ്ടും ഒന്നല്ലേ?
ഇരുട്ടും അന്ധകാരവും. ഇതൊന്ന് വിശദീകരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കും ഇതെന്താണ് ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോകാതെ ഒരാശയമെങ്കിലും പറയൂ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. അപ്പൊ ഞാൻ പറയാം, എന്താണ് ഈ ഇരുട്ടും അന്ധകാരവും? ഇവിടെ ഒരല്പം വിശദീകരിക്കേണ്ട ആവശ്യതയുള്ളത് എങ്ങനെയാണ്? മിസ്രൈമിൽ 10 ബാധയുണ്ടായി. അതിൽ ഒരു ബാധയായിരുന്നു കൂരിരുട്ട്. നമുക്കറിയാം, ആ ബാധയെക്കുറിച്ച് വായിക്കുന്നുണ്ട്, കൂരിരുട്ട്. ആ ബാധ ഉണ്ടായപ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പദപ്രയോഗമാണ്, 3 ദിവസത്തേക്ക് ഒരു ആളും ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുകയോ ഒന്നും ചെയ്യില്ല. മിസ്രൈമിലെ കാര്യമാണ്. ഇസ്രായേൽ മക്കളുടെ വീടുകളിലും അവരുടെ വാസസ്ഥലങ്ങളിലും വെളിച്ചമുണ്ടായിരുന്നു. മിസ്രൈമിൽ ഒറ്റ ഒരാൾ പോലും എഴുന്നേറ്റില്ല. എന്നാൽ നമ്മളോട് വായിക്കുന്ന ഇപ്രകാരമാണ്, കൂരിരുട്ടെന്ന് മാത്രമല്ല സ്പർശിക്കത്തക്ക ഇരുട്ടെന്നാണ് വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഹാർഡൻ ഡാർക്ക്നെസ് എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പറഞ്ഞാൽ വളരെ കട്ടിയുള്ള ഇരുട്ട്. ഒരാൾക്ക് തൊട്ടടുത്തിരിക്കുന്ന ആളെ പോലും കാണാൻ പറ്റില്ല. ഇപ്പോഴാണല്ലോ ഇൻവേർട്ടറൊക്കെ വന്നത്. നേരത്തെ കറണ്ട് പോയി കഴിയുമ്പം നമ്മൾ ചേട്ടൻ എന്ത് ചെയ്യുന്നു, 2 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ ഓട്ടോമാറ്റിക്കലി ദൈവം ഒരു വലിയ പ്രകാശത്തിന്റെ ഒരു കിരണം ദൈവം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അല്പം വെളിച്ചം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് 2 മിനിറ്റ് കഴിയുമ്പം നമുക്ക് അറിയാം നമ്മൾ എവിടെയാണ്, നമ്മുടെ വഴിയിൽ നിന്നും ഒരു പ്രകാശം ഉള്ളിലുണ്ടാകും. ലൈറ്റായിട്ടൊരു പ്രകാശം നമ്മുടെ കണ്ണിലുണ്ട്. എന്നാൽ മിസ്രൈമിൽ ഉണ്ടായ കഷ്ടത്തിൽ തൊട്ടടുത്തിരിക്കുന്ന ആളിനെ ആർക്കും മനസ്സിലാകത്തില്ല. ഒരു പഴമൊഴി പറയുകയാണെങ്കിൽ, കറുത്ത വാവിന് കറുത്ത പൂച്ച കടന്നുപോയാൽ കാണാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് പോലെ അത്രയ്ക്ക് കൂരിട്ടാണ്. ഇവിടെ പറയാണ്, ഇരുട്ടുണ്ടാകും, അന്ധകാരവും ഉണ്ടാകും. അതായത് ഇരുട്ടെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഉള്ളതാണ്. അതിനേക്കാളും ഹാർഡനായുള്ള ഒരു അന്ധകാരം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തിരിക്കുന്ന ആളെ പോലും കാണാൻ കഴിയില്ലാത്ത തരത്തിലുള്ള ഒരു അന്ധകാരത്തിന്റെ അവസ്ഥയിലേക്ക് ലോകം എന്ത് ചെയ്യും? നീങ്ങും. ഈ കാര്യം ഇന്ന് പറയുമ്പോൾ ഉപദേശി ഭാഷയായും മണ്ടത്തരത്തിന്റെ കൂമാളിത്തരമാണ് എന്നും വിശേഷിപ്പിക്കുന്ന കുറെ ആളുകളെങ്കിലും കാണും. പക്ഷെ ഓർക്കുക, മൺമറഞ്ഞതിന് ശേഷം നരകക്കുള്ളിൽ എത്തിച്ചേർന്നിട്ട് അവിടെ നിന്ന് ഈ സത്യങ്ങൾ മനസ്സിലാക്കുവാനോ ദൈവകൃപ മനസ്സിലാക്കുവാനോ കഴിയില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം കൂടെ നമ്മൾ ഓർക്കണം. അപ്പൊ ഇവിടുത്തെ ദിവസത്തെക്കുറിച്ച് പറയാണ്, ഇരുട്ടും അന്ധകാരവും ഉള്ള ദിവസമാണ്. അടുത്ത പദം 5-ാമത്തെ കാര്യം വായിക്കുന്നത്, മേഘവും മൂടലുമുള്ള ദിവസം. മേഘമുണ്ട്, മൂടലുള്ള ദിവസം. അടുത്തത് 6-ാമത് വായിക്കണം, ഉറപ്പുള്ള പട്ടണങ്ങൾക്കും ഉയരമുള്ള കൊത്തളങ്ങൾക്കും വിരോധമായി കാഹളനാദവും ആരവവും ഉള്ള ദിവസം. 7-ാമത് പറയാണ്, മനുഷ്യർ കുരുടന്മാരെ പോലെ നടത്തക്കവണ്ണം ഞാൻ അവർക്ക് കഷ്ടത വരുത്തും, അവർ പാപം ചെയ്യും. നോക്കണം, എന്തെല്ലാം ദുരിതപൂർണമായ അവസ്ഥയിലൂടെയാണ് ഈ മഹാപീഡനകാലം വരാൻ പോകുന്നത് എന്ന് ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ 4-ാമത്തെ പദപ്രയോഗം യഹോവയുടെ മഹാദിവസം എന്നാണ് സെഫന്യാവ് അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 5-ാമത്തെ വാക്യം സൈന്യങ്ങളുടെ യഹോവയുടെ നാൾ എന്നാണ് യെശയ്യാവ് 2-ാം അധ്യായം 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അത് വലിയ ഭാഗമായതുകൊണ്ട് നിങ്ങൾ സാവധാനതയിൽ വീട്ടിൽ പോയി വായിച്ചാൽ മതി. യെശയ്യാ പ്രവചനം 2-ാമത്തെ അധ്യായം 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എങ്കിലും അവിടുത്തെ ഒരു വാക്യം മാത്രം നമ്മൾ ഒന്ന് വായിച്ച് പോകുന്നത് വളരെ നന്നായിരിക്കും. യെശയ്യാ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 12 മുതലുള്ള വാക്യങ്ങളിൽ ഒരു വാക്യം നമ്മളൊന്ന് ശ്രദ്ധിച്ചു പോയാൽ അത് വളരെയേറെ ഉപകാരമായിരിക്കും. ഞാൻ ആ വാക്യം ഒന്ന് പറയാനായിട്ട് പോവുകയാണ്. 2-ാം അധ്യായം അതിന്റെ 12 മുതലുള്ള വാക്യങ്ങളിൽ ഒരു വാക്യം, അതിന്റെ 17-ാമത്തെ വാക്യം. അപ്പോൾ മനുഷ്യന്റെ ഗർവം കുനിയും, പുരുഷന്മാരുടെ ഉന്നത ഭാവം താഴും, യഹോവ മാത്രം അന്നാളിൽ ഉന്നതനായിരിക്കും. അതിന്റെ തൊട്ട് താഴെയുടെ മിഥ്യാമൂർത്തികളോ അശേഷമില്ലാതെയാകും. ഇവിടെ 2 പ്രധാനപ്പെട്ട കാര്യം മാത്രമാണ് ഞാനിവിടെ പറയാനാഗ്രഹിക്കുന്നത്. സൈന്യങ്ങളുടെ യഹോവയുടെ നാളിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന മനുഷ്യന്റെ ഗർവം കുനിയും, പുരുഷന്മാരുടെ ഉന്നത ഭാവം താഴും. ഈ ലോകത്തിലെ ഭരണാധികാരികൾ എല്ലാവരും സ്തബ്ധരായി പഞ്ചപുച്ഛമടക്കി ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത വണ്ണമുള്ള അവസ്ഥയിലേക്ക് എത്തും. അടുത്ത പദം കൂടെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, മിഥ്യാമൂർത്തികളോ അശേഷമില്ലാതെയാകും. എന്ന് പറഞ്ഞാൽ
വിഗ്രഹങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി എല്ലാ വിഗ്രഹാരാധികളും പഞ്ചപുച്ഛമടക്കി മിണ്ടാതിരിക്കുന്ന അവസ്ഥയിലേക്കാണ് ദൈവത്തിന്റെ ആത്മാവ് എഴുതിയിരിക്കുകയാണ്. വലിയ മഹാപീഡന കാലം അവിടെ ഉണ്ടാകും. ഇത്രയ്ക്ക് വലിയ പീഡനകാലം അവിടെ ഉണ്ടാകുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ഭാവിയിൽ സംഭവിക്കാനായിട്ട് പോവുകയാണ്. വെളിപ്പാട് പുസ്തകം 6-ാമത്തെ അധ്യായം മുതൽ 19-ാമത്തെ അധ്യായം വരെ ഭീകരമായ അവസ്ഥയിലൂടെ ലോകം കടന്നു പോകുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമായി ഇരിക്കുകയാണ്. ഞാൻ ചില കാര്യങ്ങൾ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കവിടെ പ്രധാനമായി കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇപ്രകാരമാണ്. അവിടെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ സംഭവിക്കാൻ പോവുകയാണ്. 3 അല്ല, കുറെ കാര്യങ്ങൾ സംഭവിക്കുന്നുള്ളതിൽ പോലും 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാനൊന്ന് എടുത്ത് പറയാനായിട്ട് പോവുകയാണ്. ഒന്നാമത്തെ കാര്യം, അവിടെ സംഭവിക്കാൻ പോകുന്ന ആ മഹാപീഡന കാലത്ത് സംഭവിക്കാൻ പോകുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതിന്റെ 2-ാമത്തെ ഘട്ടം മാത്രമാണ് ഞാൻ പറയാൻ പോകുന്നത്. 1-ാമത്തെ ഘട്ടം ഞാൻ പറയുന്നില്ല, 2-ാമത്തെ ഘട്ടം മാത്രം പറയാൻ പോവാണ്. 2-ാമത്തെ ഘട്ടത്തിൽ സംഭവിക്കാൻ പോകുന്നത്, നമുക്ക് മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാം. മത്തായി സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 9 മുതൽ ഉള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നമുക്കൊന്ന് ഓർക്കാനായിടയാകും. മത്തായി സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഒന്നാമത്തെ കാര്യം 17-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കാം. 17-ാമത്തെ വാക്യം, വീട്ടിന്മേലിരിക്കുന്നവൻ വീട്ടിലുള്ളത് എടുക്കേണ്ടതിന് ഇറങ്ങരുത്. വയലിലുള്ളവൻ വസ്ത്രം എടുപ്പാൻ മടങ്ങിപ്പോകരുത്. ആ കാലത്ത് ഗർഭിണികൾക്കും മുലകുടിക്കുന്നവർക്കും അയ്യോ കഷ്ടം. എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബത്തിലോ സംഭവിക്കാതിരിപ്പാൻ പ്രാർത്ഥിപ്പിൻ. ഒരു വാക്യം കൂടെ, 21-ാമത്തെ വാക്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്ന് ഉണ്ടാകും. നോക്കുക, ഈ വാക്യങ്ങൾ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ്. 7 വർഷത്തെ മഹാപീഡന കാലത്തിലെ 2-ാമത്തെ ഭാഗം, സെക്കൻഡ് ഹാഫിന്റെ ആ അവസ്ഥ തുടങ്ങുന്നവിടെ ആദ്യത്തെ 3.5 വർഷം വലിയ പ്രശ്നമൊന്നും ഇല്ല. വലിയ പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഞാൻ അതിനെ ഇങ്ങനെ വിശദീകരിക്കാനായിട്ട് പോവുകയാണ്. ഒരു വീട്ടിലെ 3 പിള്ളേരുണ്ടായിരുന്നു. ആ 3 പിള്ളേരിൽ മൂത്തവൻ മഹാതെമ്മാടിയായി മഹാകുസൃതിത്തരമായിട്ട് അവൻ ജയിലിൽ അടങ്ങിയ ഒരുപാട് കൊലപാതകങ്ങളൊക്കെ ചെയ്ത് ജയിലിലാണ്. 2-ാമത്തവൻ അതിനേക്കാട്ടിലും വലിയ പ്രശ്നക്കാരനാണ്. അവൻ അതിനേക്കാളും അക്രമം ചെയ്ത് അനീതി ചെയ്ത് അവനും കൊലപാതകം ചെയ്ത് ജയിലിൽ നിന്ന് ജസ്റ്റ് പരോളിൽ ഇറങ്ങി. ഏറ്റവും ഇളയവനാണ് ഉള്ളതിൽ നല്ലത്. അവൻ മാത്രമാണ് ഉള്ളതിൽ ഇച്ചിരി നല്ലത്. അവൻ പെരയുടെ മുകളിൽ കയറിയിട്ട് പെരയ്ക്ക് തീ കൊടുക്കാൻ വേണ്ടി പന്തവുമായിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അവസാനത്തെ ഇച്ചിരി നല്ലതാന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഇതാണ് ഞാൻ പറയുന്നത്. ആദ്യത്തെ 3.5 വർഷം വലിയത് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ അതിനേക്കാളും പ്രയാസങ്ങളാണ്, പ്രശ്നങ്ങളാണ്. പക്ഷേ അവസാനത്തെ 3.5 വർഷം എന്ന് പറയുന്നത് ഏറ്റവും ഭീകരമായ കാര്യമാണ്. അവിടെ പറയാണ് മത്തായി 24-21 ലോകാരംഭം മുതൽ ഇന്നു വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാനായിട്ട് സാധ്യതയില്ലാത്തതുമായ വലിയൊരു പീഡനകാലം അവിടെ ഉണ്ടാകും എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുകയാണ്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ നമ്മളൊന്ന് ചിന്തിക്കാം. അടുത്ത വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 6-ാം വാക്യവും 13-ാമത്തെ അധ്യായം മുതൽ 17-ാമത്തെ അധ്യായം വരെയുള്ള കാര്യങ്ങളാണ് ഇത് സംഭവിക്കാനായിട്ട് പോകുന്നത്. ആ അവസാനത്തെ 3.5 വർഷം ഏറ്റവും ദാരുണമായ സംഭവങ്ങൾ നടക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ നമ്മൾ ഏറ്റവും അധികം ചിന്തിക്കാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആ കാര്യത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആ കാര്യം എന്ന് പറയുന്നത്, ഈ 3.5 വർഷക്കാലത്ത് സംഭവിക്കാൻ പോകുന്ന അടുത്ത വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ പീരീഡിൽ സംഭവിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അന്ന് 1,44,000 പേർ അഥവാ 144,000 പേര് വന്നിട്ട് 2 സാക്ഷികളും ഒക്കെ വന്നിട്ട് സുവിശേഷം പ്രസംഗിക്കുകയും അനേകർ കർത്താവിലേക്ക് വരാനായിട്ട് ഇടയായി തീരും എന്നുള്ളത് കാണാൻ കഴിയും. ഇനിയും ഇവിടെ മറ്റ് പ്രധാനപ്പെട്ട 3 സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, 6-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ
7 മുദ്രകൾ പൊട്ടിക്കുന്നു, രണ്ടാമത് 7 കാഹളങ്ങൾ ഊതുന്നു, അവസാനം 7 ബൗൾസ് ഊതുന്നു. ഇതൊക്കെ നമുക്കവിടെ ക്രോധ കലശങ്ങൾ ഒഴിക്കുന്നു. ഇതെല്ലാം നമുക്കവിടെ ഈ ട്രിബുലേഷനിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഇത് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, പഠിച്ചിട്ടുണ്ടാകാം. എന്നാൽ അല്പം വിവാദമുണ്ടാക്കുന്ന കാര്യത്തിന് ഒരു കറക്ഷനായി ചില കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഈ 144,000 പേര് എന്ത് ചെയ്യാൻ പോവുകയാണ്? അവര് മുദ്രയിടപ്പെടുകയാണ്. നമുക്ക് ആ 7-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാം. ഈ 144,000 പേര് ദൈവസഭയാണ് എന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. കാരണം അതാണ് ഏറ്റവും വിവാദവും നമ്മൾ പഠിക്കേണ്ട കാര്യവും. അത് മാത്രം ഞാൻ നിങ്ങളോട് ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ മുദ്രയിടപ്പെട്ട 144,000 പേരെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആ 144,000 പേര് ദൈവസഭയാണ് എന്ന് വാദിക്കുന്ന കുറെ ആളുകളുണ്ട്. അവരുടെ പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും പറഞ്ഞില്ലെങ്കിൽ ശരിയാകത്തില്ലല്ലോ. 1,44,000 പേര് യഹോവ സാക്ഷികൾ പറയുന്നു അവരാണ് ഈ 1,44,000 പേര്. TPM ദ പെന്തക്കോസ്ത് എന്ന് പറയുന്ന ഗ്രൂപ്പുകാർ പറയാണ് ഞങ്ങളാണ് ഈ 1,44,000 പേർ. ഇപ്പോൾ ഒരു പുതിയ സഭ ഇറങ്ങിയിട്ടുണ്ട്, അവരുടെ പേര് എംബറർ ഇമ്മാനുവേൽ എന്ന് പറയുന്ന ആരാണ്. അവർ പറയുന്നു ഞങ്ങളാണ് ഈ 1,44,000 പേര്. ഉദാഹരണം പറഞ്ഞാൽ 1,44,000 പേരെന്ന് പറയുന്ന അവകാശപ്പെടാനായിട്ട് ഒരുപാട് പേരുണ്ട്. ചിലർ പറയുന്നു ദൈവസഭയായ ഞങ്ങളാണ്. നമ്മളല്ല, ദൈവസഭയായ നമ്മളല്ല, ഞങ്ങളാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളാണെന്ന് വാദിക്കുന്ന കുറെ ആളുകളുണ്ട്. നമുക്ക് നോക്കാം ബൈബിൾ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. നമ്മൾ ദൈവത്തിന്റെ വചനം സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കേണ്ടവരാണ്. നമുക്ക് ബൈബിളിലേക്ക് ഒന്ന് തിരിയാം. ഈ 1,44,000 പേര് ആരാണ്? എന്നാൽ ഞാൻ ആദ്യമേ പറയട്ടെ, ഇത് ദൈവസഭയല്ല. ഇത് ദൈവസഭയല്ല, രക്ഷിക്കപ്പെട്ട ദൈവസഭയല്ല. ഇതിന് വ്യക്തമായ തെളിവ് ഞാൻ നൽകാൻ പോവുകയാണ്. ഏകദേശം 6 വ്യത്യസ്തമായ തെളിവുകൾ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് തന്നെ നൽകാനായിട്ട് പോവുകയാണ്. ഒന്നാമത്തെ തെളിവ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ തെളിവ് വെളിപ്പാട് പുസ്തകം നമുക്കൊന്ന് വായിക്കാം. ഒന്നാമത്തെ വാക്യം 7-ാം അധ്യായം 4-ാം വാക്യം ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 44-ാമത്തെ വാക്യം. മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്നും മുദ്രയേറ്റവർ 144,000 പേർ. ഒന്നാമത്തെ തെളിവ്, ഈ മുദ്ര ഏൽക്കുന്നവർ ഇസ്രയേല്യരാണ്. ഇസ്രയേല്യരാണ്. കാരണം മുദ്രയേറ്റ ഇസ്രയേൽ മക്കളുടെ സകല ഗോത്രം. ആദ്യം പറയാണ് ഇസ്രയേൽ മക്കളുടെ. അപ്പോൾ മുദ്ര ഏൽക്കുന്നവർ ഇസ്രയേലാണ് എന്ന് വ്യക്തമാണ്. ഈ 1,44,000 പേർ ഇസ്രയേല്യരാണ് എന്ന് ദൈവത്തിന്റെ വചനം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. എന്നാൽ ദൈവസഭയെക്കുറിച്ച് പറയുകയാണ്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ ദൈവസഭ എവിടുന്ന് വന്നവരാണ് എന്ന് വെളിപ്പാട് 5:9 പറയുകയാണ്. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമാണ്. മലയാളത്തിൽ നമ്മൾ വായിക്കുന്നത് വിവിധ ഗോത്രങ്ങളും ഭാഷയും വംശവും ആണെങ്കിൽ ഡിഫറെന്റ് റേസസ് ആൻഡ് ഡിഫറെന്റ് എത്നിക് ഗ്രൂപ്പ്സ് ഗോഡ് കോൾഡ് ഇൻ ടു ദ ചേർച്ച് എന്നാണ്. ദൈവം വിവിധ എത്നിക് ഗ്രൂപ്പിൽ നിന്ന്, വിവിധ റേസസിൽ നിന്ന്, വിവിധ ജാതികളിൽ നിന്ന്, വിവിധ വംശങ്ങളിൽ നിന്ന് കർത്താവിനായി വിളിക്കപ്പെട്ടവരാണ് ദൈവസഭ. ഇസ്രയേല്യർ മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ ഈ മുദ്രയേറ്റ 1,44,000 പേർ ദൈവസഭയുടെ അംഗങ്ങളല്ല, അവർ ഇസ്രയേല്യരാണ് എന്ന് വെളിപ്പാട് 7:4 കൃത്യമായി പറയുന്നു. നമ്മൾ, അതായത് യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ജനങ്ങൾ വിവിധ ഗോത്രത്തിൽ, വിവിധ ഭാഷയിൽ, വിവിധ വംശത്തിൽ, വിവിധ ജാതിയിൽ നിന്നുള്ളവരാണ് എന്ന് ദൈവവചനം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. രണ്ടാമത്തെ തെളിവിലേക്ക് ഞാൻ വരികയാണ്. രണ്ടാമത്തെ തെളിവ് അതിന്റെ 7-ാമത്തെ അധ്യായം അതിന്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം വായിക്കുന്നുണ്ട്. ഇനി നമുക്ക് 4-ാം വാക്യം മാത്രം ഒന്ന് വായിക്കാം. 4-ാം വാക്യം മാത്രം വായിക്കാം. മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്നും മുദ്രയേറ്റവർ 144,000 പേർ. അപ്പോൾ 12 ഗോത്രങ്ങളിൽ നിന്നുള്ളവരാണ് മുദ്രയേറ്റത് എന്നവിടെ പറയുന്നുണ്ട്.
യഹൂദ ഗോത്രം, രൂബേൻ ഗോത്രം, ഗാദ് ഗോത്രം, ആശേർ ഗോത്രം, നാഫ്താലി ഗോത്രം, മനശ്ശെ ഗോത്രം, ശിമിയോൻ ഗോത്രം, ലേവി ഗോത്രം, ഇസഖാർ ഗോത്രം, സെബുലൂൻ ഗോത്രം, യോസഫ് ഗോത്രം, ബെന്യാമിൻ ഗോത്രം. ഇങ്ങനെയുള്ള 12 ഗോത്രങ്ങളുടെ സംഖ്യ കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ 1,44,000 പേരിൽ 12 ഗോത്രങ്ങളിൽപ്പെട്ടവരാണ്. ഇപ്പോൾ യഹോവ സാക്ഷികൾ എന്ന് പറയുന്ന കുറെ ആളുകൾ പറയുന്നുണ്ട്, ഞങ്ങൾ യഹോവയുടെ സാക്ഷികളാണ്. നിങ്ങൾ യഹോവയുടെ സാക്ഷികളാണെങ്കിൽ ഈ 12 ഗോത്രത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഗോത്രത്തിൽപ്പെട്ടവരായിരിക്കണം എന്നാണ് നിബന്ധന. ഈ 12 ഗോത്രത്തിൽപ്പെട്ടവർക്ക് മാത്രമേ ഈ 144,000 പേരിൽ ഉൾപ്പെടാനായിട്ട് കഴിയുള്ളൂ എന്നാണ് ദൈവത്തിന്റെ വചനം കൃത്യമായി ഇവിടെ പറയുന്നത്. എന്നാൽ ദൈവസഭ അല്ല എന്നുള്ളതിന്റെ തെളിവ് 5-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 9-ാം വാക്യം നമ്മൾ നേരത്തെ വായിച്ചതാണ്. എങ്കിലും ഒന്നുകൂടെ ഒന്ന് വായിക്കാം. 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ വായിക്കുകയാണ്. അതിന്റെ അവസാന ഭാഗം, നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് നീ സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും നിന്നുള്ളവർ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. വിവിധ ഗോത്രത്തിൽ നിന്ന്, വിവിധ ഭാഷയിൽ നിന്ന്, വിവിധ വംശങ്ങളിൽ നിന്ന് ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ദൈവത്തിന്റെ സഭ. അല്ലാതെ 1,44,000 പേരെ പോലെ 12 ഗോത്രങ്ങളിൽ നിന്നുള്ളവരല്ല ദൈവസഭ. ഇവിടെ മുദ്രയേറ്റവർ 12 ഗോത്രങ്ങളിൽപ്പെട്ടവരാണ്. ഇതിൽ ദൈവസഭയെ അല്ല, ദൈവസഭയുടെ അംഗങ്ങൾ അല്ല എന്നുള്ളത് 2-ാമത്തെ തെളിവ് ഞാൻ നൽകുകയാണ്. 3-ാമത്തെ തെളിവിലേക്ക് നമുക്ക് പോകാം. 3-ാമത്തെ തെളിവ് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 3-ാം വാക്യവും അതിന്റെ 14-ാം അധ്യായം 1-ാം വാക്യവും നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. 7-ാം അധ്യായം 3-ാം വാക്യം ആദ്യം വായിക്കാം. നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങളുടെ മുദ്രയിട്ട് കഴിയുവോളം. 14-ാം അധ്യായം 1-ാം വാക്യം. 14-ാം അധ്യായം 1-ാം വാക്യം. പിന്നെ ഞാൻ സീയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഈ 144,000 പേരുടെ നാമം എഴുതിയത് എവിടെയാണ്? അവരുടെ ഫോർഹെഡ്സിലാണ്, അവരുടെ നെറ്റിയിലാണ്, അവരുടെ മുദ്ര നെറ്റിയിലാണ്. 2 ഭാഗവും ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ കരുതുന്നു. 3-ാം വാക്യം, നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം. 14-ാം അധ്യായം 1-ാം വാക്യം, ആ പിതാവിന്റെ നാമവും അവന്റെ നാമവും എഴുതിയിരിക്കുന്ന നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേർ. അതുകൊണ്ട് 3-ാമത്തെ തെളിവ്, ഈ 144,000 പേരുടെ നെറ്റിയിൽ മുദ്ര എഴുതി വച്ചിരിക്കുന്നത് നെറ്റിയിലാണ് എന്നുള്ളത് ദൈവത്തിന്റെ വചനം കൃത്യമാണ്. എന്നാൽ പുതിയ നിയമസഭയുടെ മുദ്ര എവിടെയാണ്? നെറ്റിയിലാണോ? ദൈവത്തിന്റെ വചനം എന്താണ് പറയുന്നത്? എഫേസ്യ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ മുദ്രയിട്ടപ്പെട്ടിരിക്കുന്നു. നമുക്ക് മുദ്ര കിട്ടിയത് നെറ്റിയിൽ മാത്രമല്ല, നമ്മുടെ ഹൃദയങ്ങളിലാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇത് പറയാണ്, പരിശുദ്ധാത്മാവിലാണ് നമ്മെ മുദ്രയിട്ടിരിക്കുന്നത്. റോമാലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം കൂടെ ഒന്ന് ലിങ്ക് ചെയ്ത് നമുക്ക് വായിക്കാം. റോമാലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം കൂടെ നമുക്ക് വായിക്കാം. എഫേസ്യ ലേഖനം 1:14 ചേർത്ത് വായിക്കാൻ പോവുകയാണ്. റോമാലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കും, നമ്മുടെ ഹൃദയങ്ങളിൽ നൽകിയിരിക്കും. അപ്പോൾ നെറ്റിയിലാണ് 144,000 പേരുടെ എഴുത്തെങ്കിൽ, പ്രിയമുള്ളവരെ, നമുക്ക് പരിശുദ്ധാത്മാവിനുള്ള മുദ്രയാണ്. ആ മുദ്ര നമ്മുടെ ഹൃദയങ്ങളിലാണ് നൽകിയിരിക്കുന്നത്. ഫുള്ളാണ്, ശരീരം മുഴുക്കയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് ദൈവസ്നേഹത്തിൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നിരിക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നു. അതായത് നെറ്റിയിലല്ല നമുക്കുള്ള മുദ്ര. പരിശുദ്ധാത്മാവ് നമ്മുടെ ഈ ശരീരത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിലുണ്ടോ അവിടെ എല്ലാം പരിശുദ്ധാത്മാവിന്റെ മുദ്ര നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് 3-ാമത്തെ തെളിവായി നമുക്ക് കാണാനായിട്ട് കഴിയും. 4-ാമത്തെ തെളിവിലേക്ക് നമുക്ക് കടന്നു വരാം. 4-ാമത്തെ തെളിവ്, ഈ മുദ്രയേറ്റവർ പുതിയ നിയമസഭയല്ല എന്നുള്ളതിന്റെ 4-ാമത്തെ തെളിവ് 7-ാം അധ്യായം 3-ാം വാക്യം ഒന്നുകൂടെ നമ്മൾ വായിക്കാം. നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും
വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ പറഞ്ഞു. ആ, ഇനി ശ്രദ്ധിക്കണം, അവരുടെ മുദ്ര നെറ്റിയിലാണ് എന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്. ഒരു സീൽ അവർക്ക് നെറ്റിയിൽ കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് എവിടെയാണ് സീൽ കിട്ടിയിരിക്കുന്നത് കൂടെ നമുക്കൊന്ന് നോക്കാം. നമുക്ക് എവിടെയാണ് സീൽ കിട്ടിയിരിക്കുന്നത്? അവർക്കുള്ള മുദ്രയെ കുറിച്ച് നമ്മൾ വായിച്ചു. ഇനി നമുക്കുള്ള മുദ്ര എവിടെയാണ്? കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 22-ാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഈ അവൻ രണ്ട് നമ്മെ വാക്യങ്ങൾ മുദ്രയിട്ടും ആത്മാവ് എന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. ആ, നമുക്ക് മുദ്ര കിട്ടി പരിശുദ്ധാത്മാവിലാണ് എന്ന് നമ്മൾ ചിന്തിച്ചു. രണ്ടാമത്, ഈ മുദ്ര എവിടെയാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് കൊരിന്ത്യ ലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും വ്യക്തമായി പറയാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നു. അവർക്ക് നെറ്റിയിലാണ് മുദ്രയെങ്കിൽ നമുക്ക് കിട്ടിയത് എവിടെയാണ്? ഹൃദയങ്ങളിലാണ്. ഗലാത്യർ 4:6 നമുക്ക് ശ്രദ്ധിക്കാം. ഗലാത്യ നിങ്ങൾ ലേഖനം 4:6. മക്കളാകുകൊണ്ട് അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അപ്പൊ നമുക്ക് മുദ്ര കിട്ടിയത് എവിടെയാണ്? നമ്മുടെ ഹൃദയങ്ങളിലാണ്. രണ്ടു കൂട്ടർക്കും മുദ്ര കിട്ടി. ആ മുദ്രയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഇതാ ഇവിടെ പറയാണ്, ആ മുദ്ര നമുക്ക് ലഭിച്ചത് എവിടെയാണ്? ഹൃദയത്തിലാണ് ലഭിച്ചത് എന്ന് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് 1,44,000 പേർ ദൈവസഭയല്ല എന്നുള്ളതിന്റെ 4-ാമത്തെ തെളിവാണ്. 5-ാമത്തെ തെളിവിലേക്ക് നമുക്ക് പോകാം. 5-ാമത്തെ തെളിവ് നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്. അതിന്റെ 7-ാമത്തെ അധ്യായം 2-3 വാക്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ ശ്രദ്ധിക്കാം. മുദ്രയേറ്റവരുടെ എണ്ണവും മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കിഴക്കുനിന്ന് കയറുന്നതും കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട്, നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇവിടെ ആ 1,44,000 പേരെ മുദ്രയിടുന്നത് ആരാണ് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വാക്യം ശ്രദ്ധിച്ചു എന്ന് ഞാൻ കരുതുന്നു. മുദ്രയിടുന്നത് ദൂതനാണ് എന്നവിടെ പറയാണ്. 2-ാം വാക്യം, മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് വരികയാണ്. 3-ാം വാക്യം, നമ്മുടെ ദൈവദാസന്മാരുടെ നെറ്റിയിൽ മുദ്രയിട്ട് കഴിയുവോളം ഒരു കാര്യവും ചെയ്യരുത് എന്ന് 4 ദൂതന്മാരോട് പറയുന്നത് കാണാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഈ സീൽ ചെയ്യുന്ന ആള് ആരാണ്? ദൈവത്തിന്റെ ദൂതനാണ്. എന്നാൽ ദൈവസഭയാകുന്ന മണവാട്ടി സഭയ്ക്ക് നമുക്ക് കിട്ടിയ മുദ്ര ഇട്ടത് ആരാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 21-22 വാക്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നിർത്തി നമുക്ക് വായിക്കാം. അവൻ നമ്മെ മുദ്രയിട്ടും. ആര്? അവൻ നമ്മെ മുദ്രയിട്ടു. 20-ാം വാക്യം കൂടെ ശ്രദ്ധിച്ചോളൂ. അപ്പൊ കാര്യം പിടികിട്ടും. 20-ാം വാക്യം, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വമുണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. അപ്പൊ അവിടെ വായിക്കുകയാണ്, ആരുടെ കാര്യമാണ് പറയുന്നത്? ദൈവത്തിന്റെ കാര്യമാണ് പറയുന്നത്. 20-ാം വാക്യം ദൈവത്തിന്റെ കാര്യമാണ് പറയുന്നത്. എന്നിട്ട് പറയാണ്, ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാർ ആമേൻ എന്ന് പറയട്ടെ. ഞങ്ങളെ നിങ്ങളോടുകൂടെ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. 21-ാം വാക്യം, നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. എന്നിട്ട് പറയാണ് 22-ാം വാക്യം, അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമുക്ക് നൽകിയിരിക്കുന്നു. നമ്മളെ മുദ്രയിടുന്നത് ദൈവത്തിന്റെ ദൂതനല്ല, ദൈവം താൻ തന്നെയാണ് മുദ്രയിടുന്നത്. അങ്ങനെയാണെങ്കിൽ 1,44,000 പേർ വിശ്വസിക്കപ്പെടുന്ന ദൈവസഭയല്ല എന്നുള്ളതിന്റെ 5-ാമത്തെ തെളിവും നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 6-ാമത്തെ തെളിവിലേക്ക് നമുക്ക് വരാം. 6-ാമത്തെ തെളിവ് 9-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 3-4 വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 3-4 വാക്യങ്ങൾ ശ്രദ്ധിക്കാം. പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു. അതിന് ഭൂമിയിലെ തേളിന് ഉള്ള ശക്തി ലഭിച്ചു. നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായതൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുത് എന്ന് അതിന് കൽപ്പനയുണ്ടായി. ശ്രദ്ധിക്കണം. 4-ാം വാക്യം, ഈ മുദ്രയുടെ ഉദ്ദേശം എന്തിനാണെന്നറിയാമോ? പാതാള വെട്ടിക്കിളിയിൽ നിന്നുള്ള വിടുതലിന് വേണ്ടിയാണ് എന്ന് 4-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി കാണാൻ കഴിയും. 3-4 പുകയിൽ നിന്ന് വെട്ടിക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു. അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു.
നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായതിനും യാതൊരു വൃക്ഷത്തിനും കേട് വരുത്തരുത് എന്ന കൽപ്പനയുണ്ടായി. അപ്പോൾ മുദ്ര എന്തിനാണ്? ഈ പാതാള വെട്ടുക്കിളിയിൽ നിന്നുള്ള വിടുതലിന് വേണ്ടിയാണ് മുദ്ര ഇടപ്പെട്ടത് എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമാണ്. എന്നാൽ നമുക്ക് മുദ്ര കിട്ടിയത് എന്തിനാണ്? ദൈവജനത്തിന് മുദ്ര കിട്ടിയിരിക്കുന്നത് എന്തിനാണ്? വെളിപ്പാട് പുസ്തകം എഫെസ്യ ലേഖനം 1:14 നമ്മൾ മുമ്പേ റെഫർ ചെയ്തതാണ്. 4:30 വായിക്കാം. വെളിപ്പാട് 4:30 നമ്മൾ വായിക്കുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ വീണ്ടെടുപ്പ് നാളിനായി നമ്മെ മുദ്രയിട്ടിരിക്കുന്നത്. അതായത് ഇവിടെ മുദ്രയുടെ ആവശ്യം എന്താണെന്നറിയാമോ? നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പാണ്. നമ്മുടെ ശരീരത്തിന് വേണ്ടിയാണ് വീണ്ടെടുത്തത്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. ഞാൻ പറഞ്ഞത് വാക്യമാണെങ്കിൽ പോലും ഒന്ന് വായിക്കാം. 4:30. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ഏത് വീണ്ടെടുപ്പാണ്? നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പാണ്. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 8-ാം അധ്യായത്തിൽ ആ വീണ്ടെടുപ്പിന് വേണ്ടി നാം ഞരങ്ങിക്കൊണ്ട് കാത്തിരിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ 6 തെളിവുകൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈ 1,44,000 പേർ എന്ന് പറയുന്നവർ ദൈവസഭയല്ല. അവര് ഇസ്രയേൽ ഗോത്രമാണ്. അവരെ പ്രത്യേകമായി ദൈവം വിളിച്ച് വേർതിരിച്ചവരാണ്. അവരുടെ ഉദ്ദേശം വളരെ വ്യത്യസ്തമാണ്. ഇതെല്ലാം ദൈവത്തിന്റെ വചനത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കെ ഇത് സഭയാണ് എന്ന് വാദിക്കുന്ന ആളുകളോട് നമുക്ക് തോന്നേണ്ടത് സഹതാപവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് എന്നുള്ളത് പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ മഹോപദ്രവ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ 1,44,000 പേരുടെ മുദ്ര എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ നമുക്ക് വ്യക്തമായി കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം ഇതാണ്. അവർക്കുള്ള വലിയ ന്യായവിധി അവിടെ സംഭവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് അടുത്തത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ന്യായവിധിയാണ്. ആ ന്യായവിധി എന്ന് പറയുന്നത് ഇസ്രയേലിന് എതിരെയുള്ള ന്യായവിധിയാണ്. മത്തായി സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിലാണ് ഇസ്രയേലിനെതിരെയുള്ള ന്യായവിധി നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് എല്ലാവർക്കും ആ ബൈബിള് ഒന്ന് ഓപ്പൺ ചെയ്തു വെക്കാം. മത്തായി സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 1 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ മുഴുവൻ വായിക്കുന്നില്ല. അവിടെ 3 ഉദാഹരണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ, ഒന്നാമത്തെ ഉപമ കർത്താവ് അവിടെ ഉപയോഗിച്ചത് നമുക്ക് കാണാൻ കഴിയും. 10 കന്യകമാരോടുള്ള ബന്ധത്തിലുള്ള ഉപമയാണ് അവിടെ ഒന്നാമത് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. രണ്ടാമത് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു, അതിനുശേഷം നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്. 14 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ 14 മുതൽ അതിന്റെ 30 വരെയുള്ള വാക്യങ്ങളിൽ രണ്ടാമത്തെ കാര്യം പറയുകയാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ ഒരു താലന്ത് കൊടുക്കുകയും ആ താലന്തിനെ വിളിച്ചു വരുത്തി അതിന് പ്രതിഫലം വീതിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. മൂന്നാമത്തെ സംഭവമാണ് 31 മുതലുള്ള കാര്യങ്ങൾ. അത് വേറൊരു സംഭവമാണ്. നമ്മൾ അതിൽ ഇപ്പോൾ ചിന്തിക്കുന്നില്ല. ഇസ്രയേലിന് എതിരെയുള്ള ന്യായവിധി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ ഞാനതങ്ങ് പറയാം. ഇസ്രയേലിനുള്ള ന്യായവിധിയെക്കുറിച്ച് നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുമ്പോൾ എന്തിനാണ് ദൈവം ഇസ്രയേലിനെതിരെ ന്യായം വിധിക്കുന്നത്? ഇസ്രയേലിനെതിരെ ന്യായം വിധിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇസ്രയേലിനെതിരെ ന്യായം വിധിക്കാനായിട്ട് കാരണം എന്താണ്? ഈ കാര്യം ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. കാരണം ഇത് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പ് വിശദീകരിച്ചാൽ മാത്രമേ നമ്മുടെ പഠനത്തിന്റെ ഒരു പൂർത്തീകരണം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് ഈ ജാതികൾക്കെതിരെയുള്ള ന്യായവിധി പറഞ്ഞതിന് ശേഷം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പ് പറഞ്ഞാലേ നമ്മുടെ പഠന പൂർത്തീകരണത്തിലേക്ക് വരികയുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ സന്ദർഭത്തിൽ അത് പറയാം എന്ന് ആഗ്രഹിക്കുകയാണ്. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ജാതികൾക്ക് എതിരെയുള്ള ന്യായവിധിയാണ്. ഈ ജാതികൾക്കെതിരെയുള്ള ന്യായവിധി നാം തിരുവചനത്തിൽ വായിക്കാൻ തീരുമാനിച്ചാൽ നമുക്ക് ഈ മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 31 മുതലുള്ള വാക്യങ്ങളിൽ ന്യായവിധി നമുക്ക് കാണാൻ കഴിയും. 4-ാമത്തെ ന്യായവിധിയാണ്. 1-ാമത്തെ ന്യായവിധിയും 3-ാമത്തെ ന്യായവിധിയും നമ്മൾ സ്കിപ്പ് ചെയ്തു. എന്നിട്ട് നമ്മൾ 4-ാമത്തെ ന്യായവിധിയാണ് പഠിക്കുന്നത്. മഹോപദ്രവ ന്യായവിധി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു.
ഇവിടെ 25 മുതൽ 25 അധ്യായം 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇത് ആളുകൾ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ആ ഭാഗം നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. 32 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? എന്താണ്? സകല സകല ജാതികളെ ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. അപ്പൊ ഇത് ആളുകൾ വ്യാഖ്യാനിക്കുന്നത് നമ്മളെ എല്ലാം കർത്താവിന്റെ മുമ്പിൽ കൂട്ടും, എന്നിട്ട് ഇടത്തുള്ളവരോട് നരകത്തിലേക്ക് പോകും, വലത്തുള്ളവരോട് സ്വർഗത്തിലേക്ക് പോകും എന്നുള്ള അർത്ഥത്തിലാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്ന ആളുകൾ. പക്ഷേ ഇത് ദൈവസഭയോ ദൈവജനത്തിനുള്ള ന്യായവിധി അല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇത് ജാതികൾക്കെതിരെയുള്ള ന്യായവിധിയാണ്. ഞാൻ വേഗത്തിൽ അതിന്റെ 5 വ്യത്യസ്തമായ തെളിവുകൾ നിങ്ങൾക്ക് നൽകാനായിട്ട് പോവുകയാണ്. ഇത് ജാതികൾക്കുള്ള ന്യായവിധിയാണ് എന്നുള്ളതിന്റെ 5 വ്യക്തമായ തെളിവുകൾ. ഒന്നാമത്തെ തെളിവിലേക്ക് നമുക്ക് പോകാം. ഒന്നാമത്തെ തെളിവ്, ഐ എം സോറി, പവർ പോയിന്റിന്റെ പവർ പോയിന്റ് സ്റ്റക്ക് ആയിരിക്കുകയാണ്. ഓക്കെ, ഞാൻ പറയാം. ഇതല്ല എന്നുള്ളതിന്റെ തെളിവിലേക്ക് ഞാൻ നിങ്ങളെ പറയാം. ഒന്നാമത്തെ തെളിവ് ഞാൻ പറയാം. പവർ പോയിന്റ് സ്റ്റക്കായി. ഒന്നാമത്തെ തെളിവ് 31 വാക്യം. ഒന്നാമത്തെ തെളിവ് ഇത് ദൈവസഭയ്ക്കുള്ളതല്ല എന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവ് നമുക്ക് വായിക്കാം. 31 വാക്യം, മത്തായി 25 അധ്യായം 31 വാക്യം. മനുഷ്യപുത്രൻ മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. വായിക്കുന്നത് തെറ്റിക്കരുത്. വിശുദ്ധന്മാരുമായിട്ടെന്നല്ല, വിശുദ്ധ ദൂതന്മാരുമായി. ഒന്നാമത്തെ തെളിവ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ തെളിവ് ഇത് ദൈവസഭയ്ക്കുള്ളതല്ല, അല്ലെങ്കിൽ ഈ ന്യായവിധി ദൈവസഭയ്ക്കുള്ളതല്ല എന്ന് പറയുമ്പോൾ ആളുകൾ ഇപ്പോ ബിനു ബ്രദർ വായിച്ചതുപോലെ തന്നെയാണ് വായിക്കുന്നത്. വിശുദ്ധന്മാരുമായി വരുമ്പോഴും തന്നെയാണ് വായിക്കുന്നത്. അവിടെയാണ് പ്രശ്നം. വിശുദ്ധന്മാരുമായിട്ട് വരുന്നതല്ല, വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ എന്നാണ് അവിടെ പറയുന്നത്. ഇപ്പൊ വിശുദ്ധ ദൂതന്മാരുമായി വരുന്ന വരവ് ഏതാണ്? അതവിടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത് നമുക്ക് ചിന്തിക്കാം. ഇവിടെ പറയുന്ന ന്യായവിധി, അതായത് ജാതികൾക്ക് എതിരെയുള്ള ന്യായവിധിയാണ് എന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവെന്ന് പറയുന്നത്, ഇത് മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുന്ന വരവിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. രണ്ടാമത്തെ തെളിവ് 32 വാക്യം. 32 വാക്യം, സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. ഇവിടെ വായിക്കുന്നു. രണ്ടാമത്തെ തെളിവ് എന്താണ്? ആരെയാണ് കൂട്ടുന്നത് എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമാണ്. ആരെയാണ് കൂട്ടുന്നത്? സകല ജാതികളെയും. ഇംഗ്ലീഷ് ബൈബിളിൽ ഞാനിങ്ങനെ വായിക്കാം. ഇംഗ്ലീഷ് ബൈബിളിലേക്ക് നമ്മൾ വായിക്കും ഇങ്ങനെയാണ്: ഓൾ ദ നേഷൻസ് വിൽ ബി ഗാദേർഡ് ബിഫോർ ഹിം. ഓൾ ദ നേഷൻസ് വിൽ ബി ഗാദേർഡ് ബിഫോർ ഹിം. ഈ നേഷൻസ് എന്ന് പറയുന്നത് ജാതികൾ എന്നുള്ള ആ മലയാള അർത്ഥം ഈ നമ്മുടെ ഇടയിലുള്ള ജാതികളുടെ കാര്യമല്ല, നേഷൻസിനെയാണ്. സകല വർഗങ്ങളെയും സകല വംശങ്ങളെയും വരുത്തുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ ന്യായവിധി എന്ന് പറയുന്നത് ദൈവസഭയ്ക്കുള്ളതല്ല, സകല നേഷൻസിനുള്ളതാണ്, സകല ജാതികൾക്കുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ലോകത്തിലുള്ള മുഴുവൻ ആളുകളെയും ദൈവത്തിന്റെ വചനം 3 തരംതിരിച്ചിരിക്കുന്നത്. നമുക്ക് അതൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 10 അധ്യായം 32 വാക്യം. 1 Corinthians 10:32. അവിടെ ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. 1 കൊരിന്ത്യർ 10:32. യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയില്ലാത്തവരാകുവിൻ. അപ്പൊ 3 പറയാണ്: യഹൂദന്മാര്, യവനന്മാര്, ദൈവസഭ. ഈ ലോകത്തിലുള്ള മുഴുവൻ ആളുകളെയും പൗലോസ് അപ്പോസ്തലൻ 3 തരംതിരിക്കുകയാണ്. 1 യഹൂദൻ,
2 യവനൻ അതായത് ജാതി, 3 ദൈവസഭ. യഹൂദനിൽ നിന്നും യവനിൽ നിന്നും വിളിച്ചു ചേർക്കപ്പെട്ടവരാണ് ദൈവസഭയിലുള്ളവർ. ഈ ദൈവസഭയുടെ കാര്യം ഈ മത്തായി 25-ാം അധ്യായത്തിൽ പരാമർശിക്കുന്നില്ല. ജാതികളെ മാത്രം, യഹൂദന്മാരെയും പരാമർശിക്കുന്നില്ല. കാരണം യഹൂദന്മാരുടെ ന്യായവിധി മത്തായി സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമായി സംഭവിച്ചു കഴിഞ്ഞു. അത് നമുക്ക് പിന്നീട് പഠിക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടുന്ന് സ്കിപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, രണ്ടാമത്തെ തെളിവ് വളരെ വ്യക്തമായി പറയുകയാണ്, അത് സകല നേഷൻസിനെയുമാണ് അവിടെ വിളിച്ചു കൂട്ടുന്നത് എന്ന് ദൈവത്തിന്റെ വചനം അസന്നിഗ്ധമായി പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. മൂന്നാമത്തെ തെളിവിലേക്ക് നമുക്ക് പോകാം. മൂന്നാമത്തെ തെളിവ് അതിന്റെ 31-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. മൂന്നാമത്തെ തെളിവ് നമുക്ക് അവിടെ കാണാൻ കഴിയും. 31-ാം വാക്യം. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിലിരിക്കും. ഇരിക്കുന്നത് എവിടെയാണ്? തേജസ്സിന്റെ സിംഹാസനത്തിലാണ്. ഈ ന്യായവിധി തേജസ്സിന്റെ സിംഹാസനമാണ് എന്ന് വളരെയാണ്. ഹിസ് ഗ്ലോറിയസ് ത്രോൺ. ഈ ഗ്ലോറിയസ് ത്രോൺ എന്ന് പറയുന്നത് ഇവിടെ മാത്രം പരാമർശിച്ചിട്ടുള്ള പ്രത്യേകമായ ഒരു ത്രോണാണ്, പ്രത്യേകമായ ഒരു ന്യായവിധി സിംഹാസനമാണ്. ഇത് വേറെ എങ്ങും പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഇത് ജാതികൾക്ക് വേണ്ടിയുള്ള ന്യായവിധിയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഒന്നാമത് ദൈവം മനുഷ്യപുത്രൻ തന്റെ സകല വിശുദ്ധ ദൂതന്മാരുമായിട്ട് വരുന്ന കാര്യമാണ്. 32-ാം വാക്യം സകല ജാതികളെയുമാണ് മുമ്പിൽ കൂട്ടുന്നത്. 3 തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിലാണ് കർത്താവായ യേശുക്രിസ്തു ഇരിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. 4-ാമത്തെ തെളിവിലേക്ക് വരാം. 34-ാമത്തെ വാക്യം. 4-ാമത്തെ തെളിവ് 34-ാമത്തെ വാക്യം. രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും. മതി. രാജാവ് അവിടെ കൊടുത്തിരിക്കുകയാണ്. ഈ മനുഷ്യപുത്രൻ 31-ാം വാക്യത്തിൽ പറഞ്ഞ മനുഷ്യപുത്രൻ ഇപ്പോൾ ആരാണ്? രാജാവായി സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു രാജാവാണ്. ദൈവസഭയോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവിനെ രാജാവ് എന്ന ഒരർത്ഥത്തിൽ ഒരിടത്തും ഉപയോഗിച്ചിട്ടില്ല, ഒരിടത്തും പരാമർശിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇത് ജാതികൾക്കെതിരെയുള്ള ന്യായവിധിയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. 5-ാമത്തെയും ഏറ്റവും വിലപ്പെട്ട ഒരു തെളിവിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് ദൈവസഭയ്ക്കുള്ള ന്യായവിധിയല്ല, ജാതികൾക്കുള്ള ന്യായവിധിയാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവ് എന്ന് പറയുന്നത് 34-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗമാണ്. രാജാവ് തന്റെ വലത്തുള്ളവരോട് പറയുകയാണ്, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരേ, എന്താണ്? വരുവിൻ. അടുത്ത പദം എന്താണ് വായിക്കുന്നത്? ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. അവർക്ക് ജാതികൾക്കായ രാജ്യം ഒരുക്കിയത് എപ്പോഴാണ്? ലോകസ്ഥാപനം മുതൽ. ദൈവസഭയാകുന്ന നമുക്ക് ദൈവം തമ്പുരാൻ തന്റെ രാജ്യം ഒരുക്കിയത് എപ്പോഴാണ്? എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും നമ്മളെ തിരഞ്ഞെടുക്കുകയും നമുക്ക് രാജ്യം ഒരുക്കുകയും ചെയ്തത് എപ്പോഴാണ്? ലോകസ്ഥാപനത്തിന് മുമ്പാണ്. ദൈവമക്കൾക്ക് ദൈവം രാജ്യം ഒരുക്കിയത് ലോകസ്ഥാപനത്തിന് മുൻപാണ്, ഉലകം സ്ഥാപിക്കുന്നതിന് മുമ്പ്. എന്നാൽ ജാതികളുടെ കാര്യം മത്തായി സുവിശേഷം 25-ാം അധ്യായം 34-ാം വാക്യത്തിൽ പറയാണ്, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും. ഇത് ജാതികൾക്ക് വേണ്ടിയുള്ള ന്യായവിധിയാണ്, നമുക്ക് വേണ്ടിയുള്ളതല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ 5 സോളിഡ് തെളിവ് കഴിഞ്ഞ്, ഈ 5 വ്യക്തമായ തെളിവ് കഴിഞ്ഞ് 6-ാമത്തെ ഒരു തെളിവിലേക്കൂടെ ഞാൻ നിങ്ങളെ കൂടെ കൊണ്ടുവരികയാണ്. 40-ാമത്തെ വാക്യം 6-ാമത്തെ ഒരു തെളിവിലേക്ക് നമുക്കൊന്ന് വായിക്കാം. 40-ാമത്തെ വാക്യം.
രാജാവ് അവരോട് എന്റെ രാജാവ് അവരോട്, ആ എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അരുളി ചെയ്യും. ഇവിടെ ഒരു ഉദാഹരണം, അല്ലെങ്കിൽ ഇത് കർത്താവ് പറയാണ്, അതിന്റെ 35 മുതലുള്ള വാക്യങ്ങൾ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. ദാഹിച്ചു, നിങ്ങൾ കുടിക്കുവാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എന്റെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ, കർത്താവെ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിക്കുവാൻ തരികയോ ദാഹിച്ച് കണ്ടിട്ട് കുടിക്കാൻ തരികയോ ചെയ്തു? ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്തുകൊണ്ടു, നഗ്നനായിട്ട് കണ്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിരുന്നിട്ട് തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയുമ്പോൾ രാജാവ് പറയുകയാണ്, വലത്തുള്ളവരോട് പറയാണ്, അല്ലെങ്കിൽ ഇവരോട് പറയാണ്, നിങ്ങൾ ഏറ്റവും ചെറിയ സഹോദരന്മാർ ചെയ്തിടത്തോളം എല്ലാം എനിക്കായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഇസ്രയേൽ എന്ന് പറയുന്ന ജാതിക്ക്, ഇസ്രയേൽ എന്ന് പറയുന്ന ഈ ചെറിയവരിന് മഹോപദ്രവ കാലഘട്ടത്തിൽ കൊടുത്തിട്ടുള്ള എല്ലാ നന്മകൾക്കും ഉപകാരപ്രദമായി ഈ എളിയവന് ചെയ്തത് മുഴുവനും അവര് കർത്താവിന്റെ നാമത്തിൽ ചെയ്തതായി കണക്ക് കൂട്ടിയിട്ട് വലത്തുള്ള ജാതികളായ ആളുകളെ ദൈവത്തിന്റെ സിംഹാസനത്തിലേക്ക് പ്രവേശിക്കുന്ന അനുഗ്രഹീതമായ ഒരു കാര്യമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. അടുത്ത തെളിവിലേക്ക് ഒന്ന് അവസാനിപ്പിക്കാം. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ആഴ്ചയിൽ ചിന്തിക്കാം. അവസാനം വായിക്കുന്നത് 41 വാക്യം. പിന്നെ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾക്ക് പിശാചനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. അവിടെ വിളിക്കുന്ന ഒരു വിളിയാണ് പ്രധാനപ്പെട്ടത്, ശപിക്കപ്പെട്ടവരെ. ഇനി ആർക്കാണ് നരകം ഒരുക്കിയത്? ഒരിക്കലും മനുഷ്യർക്ക് നരകം ഒരുക്കിയതല്ല, മനുഷ്യർക്കല്ല നരകം ഒരുക്കിയത്. അവിടെ വായിക്കാണ്, പിശാചനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയ നരകത്തിലേക്ക് ഇവരെയും കൊണ്ടുപോകുന്ന അതിദാരുണമായ കാര്യം അവിടെ കാണാൻ കഴിയും. ചുരുക്കത്തിൽ ദൈവസഭയ്ക്കുള്ള ഒരു ന്യായവിധി അല്ല ചെമ്മരി ആടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെയുള്ള ന്യായവിധി. പ്രത്യുത അത് ജാതികൾക്കെതിരെയുള്ള ന്യായവിധിയാണ് എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, നമ്മൾ നേരത്തെ ഓർത്തതുപോലെ 1,44,000 പേര് ദൈവസഭയുടെ ഭാഗമല്ല. അതേപോലെ തന്നെ ഇവിടെ പറയുന്നിരിക്കുന്ന ഈ ആളുകൾ, അതായത് ജാതികളെ വേർതിരിക്കുന്ന ആളുകൾ ദൈവസഭയല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ദൈവസഭയ്ക്ക് ദൈവം രാജ്യം ഒരുക്കിയത് ഉലകസ്ഥാപനത്തിന് മുമ്പാണെങ്കിൽ ഈ ജാതികൾക്ക് വേണ്ടി രാജ്യം ഒരുക്കിയത് ലോകസ്ഥാപനം മുതലാണ് എന്നുള്ള വസ്തുതയും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള അമൂല്യമായ സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കർത്താവ് സഹായിച്ചു. ബാക്കി കാര്യങ്ങൾ അടുത്ത ആഴ്ചയിലേക്ക് വരാം. പവർ പോയിന്റ് ശരിയാക്കി തന്നെ ഞാൻ അടുത്ത ആഴ്ചയിലേക്ക് കൊണ്ടുവരുന്നതാണ്. വന്നുപോയ ആ പിഴവിനെ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് പൂർണ്ണ വിരാമം ഇടുന്നു. കർത്താവിന്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.